എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരിവേട്ട, റോന്ത്, ഗെറ്റ്സ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാന്ദ്ര സിനിമയുടെ OTT കാത്തിരുന്ന് ആരാധകർക്കും എടുത്തു. സിനിമ മാത്രം വരുന്നില്ല. ആമസോൺ പ്രൈം ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ട് കാലങ്ങളായി. ഇതുവരെ അവർ റിലീസാകുന്നില്ല. തമനയും ദിലീപും ഒന്നിച്ചഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ ജൂലൈ മാസം ഫസ്റ്റ് വീക്കിൽ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായ് ലക്ഷ്മിയാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം 5-ന് മുന്നേ മനോരമ മാക്സിൽ DNA സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് തഗ് ലൈഫ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ 8 നിലയിൽ പരാജയപ്പെട്ട സിനിമയാണ് തഗ് ലൈഫ്. കമൽഹാസനാണ് തഗ് ലൈഫിലെ നായകൻ. ഈ സിനിമയുടെ ലീക്ക്ഡ് പ്രിന്റ് നേരത്തെ വന്നതാണ്. തഗ് ലൈഫിന്റെ ഒഫീഷ്യൽ OTT വാങ്ങിച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ജൂലൈ മാസം ഫസ്റ്റ് വീക്കിലാണ് തഗ് ലൈഫ് റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹിർ നായകനായ സിനിമയായിരുന്നു ജിന്ന്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ജിന്ന് സിനിമ സ്വന്തമാക്കിയത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഹൊറർ കോമഡി മൂവിയാണ് ജിന്ന്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ജിന്ന് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ജൂലൈ മാസം ഫസ്റ്റ് വീക്കിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മാരുവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് മാരുവിലും ഗോപുരങ്ങൾ നേടിയെടുത്തത്. നല്ലൊരു ഫാമിലി മൂവിയാണിത്. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങി ഒരുപാട് പേര് മാരുവിലും ഗോപുരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സിനിമ റിലീസാക്കാൻ ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് മാരുവിലും ഗോപുരത്തിന്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം 10-ന് മുന്നേ മാരുവിലും ഗോപുരങ്ങൾ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വിവാദങ്ങളുണ്ടായ സിനിമയാണ് ഫൂട്ടേജ്. സിനിമയിലെ ചില പോസ്റ്ററുകളാണ് വിവാദത്തിന് വഴിവെച്ചത്. ഇപ്പോഴിതാ ഫൂട്ടേജ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇപ്പോഴാണ് OTT വരുന്നത്. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. നല്ലൊരു ത്രില്ലർ സിനിമയാണ് ഫൂട്ടേജ്. ഈ സിനിമ ജൂലൈ മാസം 8-ന് മുന്നേ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ചെക്ക്മേറ്റ് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ചെക്ക്മേറ്റ് നേടിയെടുത്തത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ചെക്ക്മേറ്റ് റിലീസായിട്ട് കുറെ കാലമായി. ഇപ്പോഴാണ് OTT വരുന്നത്. അനൂപ് മേനോനും ലാലും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ചെക്ക്മേറ്റ്. ചെക്ക്മേറ്റിന്റെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സൺനെസ്റ്റ് ആണ് ചെക്ക്മേറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജൂലൈ മാസം 20-ന് മുന്നേ സൺനെസ്റ്റിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി ഹാട്രിക് അടിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ സർക്കിട്ട് സിനിമ പരാജയപ്പെട്ടു. ഇതൊരു ചെറിയ സിനിമയായിരുന്നു. ആസിഫ് അലി വിചാരിച്ചതുപോലെ പടം ഹിറ്റായില്ല. ഒരു കുട്ടിയുടെ കഥയാണ് സർക്കിട്ട് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ സർക്കിട്ട് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമും മനോരമ മാക്സുമാണ് സർക്കിറ്റിന്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജൂലൈ മാസം ഫസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ്സ് ബേബി ഇനി വരില്ലെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. കാരണം സിനിമ റിലീസാക്കിയിട്ട് കുറെ കാലമായി. ഇതുവരെ OTT വരുന്നില്ല. OTT അവകാശം മനോരമ മാക്സ് നേരത്തെ തന്നെ വാങ്ങിച്ചതാണ്. പക്ഷെ അവർ സിനിമ റിലീസാക്കുന്നില്ല. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ്സ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. ഗെറ്റ്സ് ബേബി ജൂലൈ മാസം 5-ന് OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് റോന്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. റോന്ത് സിനിമയുടെ ട്രെയിലറിന് നല്ല ഹൈപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കാത്തിരുന്ന സിനിമയായിരുന്നു റോന്ത്. പക്ഷേ സിനിമ റിലീസായപ്പോൾ പരാജയപ്പെട്ടു. ദിലീഷ് പോത്തനും റോഷനും കൂടിയാണ് റോന്ത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. റോന്ത് ഒരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ റോന്ത് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് റോന്ത് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു റോന്ത്. പോലീസ് വേഷത്തിലാണ് ദിലീഷ് പോത്തനും റോഷനും സിനിമയിൽ വന്നത്. ജൂലൈ മാസം 10-ന് നെറ്റ്ഫ്ലിക്സിലാണ് റോന്ത് സിനിമയുടെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടോനോ തോമസ് നായകനായ സിനിമയായിരുന്നു നരിവേട്ട. നല്ല കഥയാണ് സിനിമ പറഞ്ഞു പോയത്. നരിവേട്ട ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. ആദിവാസികളുടെ കഥയാണ് സിനിമയിൽ പറയുന്നത്. സുരാജ് നല്ലൊരു വേഷമാണ് നരിവേട്ടയിൽ കാഴ്ചവെക്കുന്നത്. സുരാജും ടോവിനോ തോമസും ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ നരിവേട്ട നല്ല അഭിപ്രായം നേടിയെടുത്തു. ഇപ്പോഴിതാ ആമസോൺ പ്രൈമും മനോരമ മാക്സുമാണ് നരിവേട്ട സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂലൈ മാസം 8-ന് മുന്നേ ആമസോൺ പ്രൈമിൽ OTT റിലീസ്
ചെയ്തേക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.